ഹാഡിയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്, പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് തിയറീസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ സിലബസിൽ പല ഭാഗത്തുമാണ് പ്രോബ്ലംസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രോബ്ലംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്തിട്ട് എല്ലാ ഏരിയയും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്, 2 coins ആർ ടോസ്ഡ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഗെറ്റിംഗ്? 2 കോയിൻ ടോസ് ചെയ്യാണ്. അതിൽ വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് ചോദ്യം, ബോത്ത് ഹെഡ്, രണ്ടും ഹെഡ് ആകാനുള്ള സാധ്യത. രണ്ടാമത്തെ ചോദ്യം, 1 ഹെഡ്, ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത. മൂന്നാമത്തെ ചോദ്യം, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത. നാലാമത്തെ ചോദ്യം, നോ ഹെഡ്. അല്ലേ, അവിടെ ഒക്കെ ടൈലാണ്, ഹെഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോയിൻ്റെ കേസിൽ നമുക്കറിയാം, ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആണ്, ഒരു സൈഡ് കൊന്നില്ല, അതിന് ചായവില്ല. അതുകൊണ്ട് തന്നെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്, ടൈൽ കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുന്ന ലോജിക്കാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ 2 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതണം. എത്ര സാമ്പിൾ സ്പേസ് അതിലുണ്ട്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോയിൻ ടോസ് ചെയ്യണം, ഹെഡ് കിട്ടാം. അല്ലേ, വീണ്ടും കോയിൻ ടോസ് ചെയ്യാണ്, ഹെഡ് കിട്ടാം. 2 ടോസ് ചെയ്യുന്നത് ഫസ്റ്റിലും ഹെഡ് കിട്ടി, രണ്ടാമത്തിൽ ഹെഡ് കിട്ടി. ദെൻ രണ്ടാമത് ഫസ്റ്റിൽ ഹെഡ് കിട്ടി, രണ്ടാമത്തിൽ ടൈല് കിട്ടി. ദെൻ മൂന്നാമത്തെ കേസ്, ഒരു ടൈല് ഒരു ഹെഡ്, ദെൻ രണ്ടും ടൈല്. ഇത്രയും കേസുകളാണ് നമുക്ക് വരിക, സാമ്പിൾ സ്പേസുകളാണ് വരിക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ബോത്ത് ഹെഡ്, വളരെ എളുപ്പമാണ്. ഇത് നോക്കി, 2 ഹെഡുകളുടെ സാധ്യത ഇത് മാത്രമാണല്ലേ, 2 ഹെഡ്. അപ്പോൾ ഒന്നാണ് ഇതിൽ 2 ഹെഡും വരെയുള്ള സാധ്യത, ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. എത്രയിൽ? 4. ഇവിടെ മൊത്തം 4 എണ്ണാണുള്ളത്, 4 ജോഡികളുള്ളത്. ആ 4 ജോഡിയിൽ 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/4 ആണ്. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡാണ്, ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത. ഇവിടെ ഒരു ഹെഡാണ്, ഇവിടെ ഒരു ഹെഡാണ്. ഇവിടെ 2 ഹെഡ് ഉണ്ട്, എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഹെഡാണ്, ഇവിടെ ഹെഡ്. അപ്പോൾ 2 ആണ്, 2/4. ദെൻ മൂന്നാമത്തെ ചോദ്യം, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇല്ല, ഒരു ഹെഡെങ്കിലും കിട്ടാൻ സാധ്യത. ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്. 3 എണ്ണം ഉണ്ട്, ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത 3 എണ്ണം ഉണ്ട്, 3/4. ഓക്കെ ആണല്ലോ. ഇനി നോ ഹെഡ്. നോ ഹെഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? 2 ടോസ് ചെയ്താൽ രണ്ടും എന്ത് കിട്ടണം? ടൈല് കിട്ടണം. അപ്പോഴാണ് എന്ത് വരിക? നോ ഹെഡ് വരിക, 1/4. ഇത് മാത്രമാണ്. ഓക്കെ ആണല്ലോ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ബാൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 4 വൈറ്റ്, 6 ബ്ലാക്ക് ആൻഡ് 5 ഗ്രീൻ ബാൾ. ഒരു ബാഗിൽ 4 വൈറ്റ് ബാളും 6 ബ്ലാക്ക് ബാളും 5 ഗ്രീൻ ബാളും ഉണ്ട്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബാൾ ഈസ് ഡ്രോൺ. ഇവിടെ നോക്കണം, ഒരു ബാളാണ് എടുക്കുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ബാളുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലാക്കിയും അവിടെ കോമ്പിനേഷൻ വരും. ഒരു ബാളാവുമ്പോൾ കോമ്പിനേഷൻ വരില്ല. ഒന്നിൽ കൂടുതൽ ബാളുകൾ എടുക്കുമ്പോൾ നമ്മൾ കോമ്പിനേഷനാണ് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ അല്ലേ 4 വൈറ്റ് ഉണ്ട്, 6 ബ്ലാക്ക് ഉണ്ട്, 5 ഗ്രീൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഒരു ബാൾ എടുക്കുമ്പോൾ വൈറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ എളുപ്പമാണ്. ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 10ഉം 15ആണ്. അതിൽ വൈറ്റ് എത്രയാണ്? 4 ആണ്. 4/15 ആൻസർ. ഇനി ഗ്രീന് കിട്ടാനുള്ള സാധ്യത, ഗ്രീൻ എത്ര ഉണ്ട്? അല്ലേ, ഗ്രീൻ ഇവിടെ 5 ആണ്, 5/15 ആണ്. ദെൻ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, ബ്ലാക്ക് എത്ര ആണ്? 6 ആണ്, 6/15 ആണ്.
ദെൻ നോട്ട് ഗ്രീൻ, ഗ്രീൻ അല്ലാത്തത് അല്ലേ, ഗ്രീൻ അല്ലാത്തത് നമുക്ക് കിട്ടാനുള്ള സാധ്യത എത്ര ഉണ്ട് അവിടെ അല്ലേ? ഗ്രീൻ അല്ലാത്ത എത്ര ഉണ്ട്? 6ഉം 4ഉം ഉണ്ട്. 10/15. ദെൻ ലാസ്റ്റ് ചോദ്യം, ഗ്രീൻ ഓർ വൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റിയിൽ ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്സും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്സും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ആ കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഗ്രീൻ ഇൻറ്റു വൈറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. വളരെ എളുപ്പമാണ്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ വൈറ്റ് ബാൾ. വൈറ്റ് ബാൾ കിട്ടാനുള്ള സാധ്യത 4/15 ആണ്. ദെൻ ഗ്രീൻ ബാൾ കിട്ടാനുള്ള സാധ്യത 5/15 ആണ്. ബ്ലാക്ക് ബാൾ കിട്ടാനുള്ള സാധ്യത 6/15 ആണ്. നോട്ട് ഗ്രീൻ, നോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലാക്കും വരും വൈറ്റും വരും. 6+4 ആണ്, 10/15 ആണ്. ദെൻ ലാസ്റ്റ് ഗ്രീൻ ഓർ വൈറ്റ്. ഗ്രീൻ ഓർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ. ഗ്രീൻ എത്രയാണ്? 5 ആണ്. വൈറ്റ് എത്രയാണ്? 4 ആണ്. ഇത് രണ്ടും കൂട്ടുക 9/15 എന്ന് കിട്ടും. വളരെ എളുപ്പമാണ് പ്രോബബിലിറ്റി. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് കാർഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അതിന് നമ്മൾ കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്തരം ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇവിടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്. കാർഡ് കൊണ്ട് അർത്ഥമാക്കുക ചീട്ടാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് എന്ന് പറഞ്ഞാൽ 52 ആണ്. ആ 52ൽ 26 റെഡ് കാർഡാണ്, 26 ബ്ലാക്ക് കാർഡാണ്. അപ്പോൾ ടോട്ടൽ 52 ആണ്. അതിൽ 26 റെഡും ആണ്, 26 ബ്ലാക്കും ആണ്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് റെഡ് കാർഡ് 26/52 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കാർഡ് 26/52 ആണ്. ആ കാര്യം ഫസ്റ്റ്. അപ്പോൾ 2 പ്രോബബിലിറ്റി അവിടെ തന്നെ പഠിഞ്ഞു. റെഡ് കിട്ടാനുള്ള സാധ്യത 26/52 ആണ്. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത 26/52 ആണ്. ഇനി റെഡിൽ 13 ഹേർട്ടുകളും 13 ഡയമണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടും 13 ആണ്. ഈ 13 ആണിത്, ഈ 26. 13 + 13 ആണ് 26. 13 ഹേർട്ടുകളും 13 ഡയമണ്ടും. അപ്പോൾ ഹേർട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 13/52. ഡയമണ്ട് കിട്ടാനുള്ള സാധ്യത 13/52. ദെൻ ബ്ലാക്കിൽ 13 സ്പേഡും 13 ക്ലബും ഉണ്ട്. അപ്പോൾ സ്പേഡ് കിട്ടാനുള്ള സാധ്യതയാണ് 13/52. ക്ലബ്ബ് കിട്ടാനുള്ള സാധ്യതയാണ് 13/52. ഇനി ഓരോന്നിലും ഹേർട്ടിലും ഡയമണ്ടിലും സ്പെയ്ഡിലും ക്ലബിലും ഓരോ ജാക്ക്, കിങ്, ക്യൂന്, ഏസ്. അപ്പോൾ ഓരോന്നുണ്ട് ഒരു ജാക്ക്, ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ഏസ് ഉണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മൊത്തം ജാക്ക് എത്ര ഉണ്ട്? 4 ആണ്. മൊത്തം കിങ് എത്രയാണ്? 4 ആണ്. മൊത്തം ക്യൂന് 4 ആണ്. മൊത്തം ഏസും 4 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52. കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52. ക്യൂന് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52. ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52. ഇനി ഒരു ചോദ്യം വരികയാണ്, ജാക്ക് ഹേർട്ടിൽ ജാക്ക് കിട്ടാനുള്ള സാധ്യത 1/52. അത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. ഇനി ജാക്ക് ഡയമണ്ട് അല്ലേ, ഡയമണ്ട് എത്ര ജാക്കാണ്? 1 ഉള്ളൂ, 1/82 ആണ്. ഇനി സ്പൈഡിൽ കിങ് ചോദിക്കുകയാണ് എന്തിൽ? സ്പൈഡിൽ. അവിടെയും 1/52 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ. ഒരു കാർഡാണ് എടുക്കുന്നത്. ഒന്നിൽ കൂടുതൽ കാർഡിൻ്റെ കോമ്പിനേഷൻ വരുന്നുള്ളൂ, വേറെ യാതൊരു മാറ്റമില്ല. കോമ്പിനേഷൻ പോകുമ്പോൾ നമ്മൾ C കാണണം. 2 കാർഡാണെങ്കിൽ അവിടെ C2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി? എ ബ്ലാക്ക് കാർഡ്. എല്ലാവർക്കും മനസ്സിലായിരിക്കും ബ്ലാക്ക് എത്രയാണ്? 26 ആണ്. 26/52.
രണ്ടാമത്തെ ചോദ്യമാണ് എ കിങ് ആണ്. കിങ് എത്രയാണ്? 4 4/52. ക്യൂന് ക്യൂനാണ് 4/52. സ്പൈഡ് എത്രയാണ്? 13 13/52. എ സ്പൈഡ് കിങ്, സ്പൈഡിൽ കിങ് കിട്ടാൻ സാധ്യത 1/52. സ്പൈഡിൽ ഒരു കിങ് ഉള്ളൂ, 1/52. എ കിങ് ഓർ ക്യൂൻ, കിങ് ഓർ ക്യൂൻ എന്ന് പറഞ്ഞാൽ ഓർ പറഞ്ഞാൽ പ്ലസ് ആണ്. കിങ് കൂട്ടുക ക്യൂനും കൂട്ടുക, 4 + 4 ÷ 52 കിട്ടും. ദാറ്റ് ഈസ് 8/52. അപ്പോൾ ആൻസർ നോക്കാം. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഏതൊരു ചോദ്യവും കാർഡുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യത്തിലും എഴുതാം. ടോട്ടൽ 52 ആണ്. അതിൽ ഫസ്റ്റത്തെ എന്താണ്? ബ്ലാക്ക് കാർഡാണ്. ബ്ലാക്ക് 26/52 ആണ്. കിങ് 4/52 ആണ്. ക്യൂന് 4/52 ആണ്. സ്പൈഡ് 13/52 ആണ്. സ്പൈഡിൽ കിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ചോദ്യം സ്പൈഡിൽ കിങ് 1/52 ആണ്, 4 അല്ല. സ്പൈഡിൽ ഒരു കിങ് ഉള്ളൂ, 1/52 ആണ്. ദെൻ കിങ് ഓർ ക്യൂൻ, ഓർ എന്ന് പറഞ്ഞാൽ പ്ലസും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഓക്കെ അല്ല, കിങ് ആൻഡ് ക്യൂന്ന് വെച്ചാൽ അല്ലേ 4 × 4 16/52 ആയിരിക്കും. ഇവിടെ ഓറാണ്, അതുകൊണ്ട് 4 + 4 8/52. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ കാർഡുമായി ബന്ധപ്പെട്ട ഇനി കോമ്പിനേഷൻ വന്നാലും കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്റ്റഡ് അറ്റ് റാൻഡം വിൽ കണ്ടെയ്നിങ് 53 സൺഡേ? ഇവിടെ ശ്രദ്ധിക്കുക, പ്രോബിലിറ്റിയിൽ പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലീപ്പ് ഇയർ വന്നു കഴിഞ്ഞാൽ അതിൽ 53 സൺഡേ ഉണ്ടെങ്കിൽ എത്രയാണ് പ്രോബിലിറ്റി? ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇപ്പം തന്നെ പഠിച്ചിട്ടോളും, 2/7 ആണ്. അത് എങ്ങനെ വീഡിയോ വെച്ചാൽ എ ലീപ്പ് ഇയർ ലീപ്പ് ഇയർ എന്തുണ്ടായിരിക്കും? 366 ഡേയ്സ് ഉണ്ടായിരിക്കും. അതായത് 52 വീക്ക് പ്ലസ് 2 ഡേ എക്സ്ട്രാ വരും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രോബിലിറ്റി 2/7 ആണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. ദെൻ മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദി ചാൻസ് ദാറ്റ് എ നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ കണ്ടെയ്നിങ് 53 സൺഡേ? ഇതേ ചോദ്യം പലവട്ടം യൂണിവേഴ്സിറ്റി എക്സാമിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ 365 ഡേയ്സ് ഉണ്ടാവുള്ളൂ, 52 വീക്ക് പ്ലസ് 1 ഡേ വരുള്ളൂ. അതുകൊണ്ട് 1/7 ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 2/7, നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1/7. അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ. പ്രോബിലിറ്റിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് കോമ്പിനേഷൻ. കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെലക്ടിങ് 2 people അറ്റ് റാൻഡം ഫ്രം എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 3 എക്കണോമിസ്റ്റ് ആൻഡ് 4 സ്റ്റാറ്റീഷ്യൻസ്. അപ്പോൾ ഒരു കമ്മിറ്റിക്ക് 2 ആൾക്കാരെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇവിടെ ഉള്ളത് ഗ്രൂപ്പുള്ളത് 3 എക്കണോമിസ്റ്റും ഉണ്ട്, 4 സ്റ്റാറ്റീഷ്യനും ഉണ്ട്. അതിൽ നിന്ന് 2 ആൾക്കാരെയാണ് കമ്മിറ്റിക്ക് എടുക്കേണ്ടത്. ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ഈ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ്. ചോദ്യം നമ്പർ 1, 2 എക്കണോമിക്സ്, 2 എക്കണോമിസ്റ്റ് കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ചോദ്യം 2 സ്റ്റാറ്റിസ്റ്റിഷ്യൻസ്, 2 സ്റ്റാറ്റിസ്റ്റിഷ്യൻ കിട്ടാനുള്ള സാധ്യത. ദെൻ മൂന്നാമത്തെ ചോദ്യം 1 എക്കണോമിസ്റ്റും 1 സ്റ്റാറ്റിഷ്യനും. ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരിക്കലും നോർമൽ പ്രോബിലിറ്റി നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുന്നത് 2 ആണ്. 2 പീപ്പിൾസിനാണ് അല്ലേ. ഇപ്പോൾ എക്കണോമിസ്റ്റുകാർ എടുക്കണമെങ്കിൽ നമുക്ക് പറയാം 3/7 എന്ന് പറയാം. സ്റ്റാറ്റിസ്റ്റിഷ്യൻ കിട്ടണമെങ്കിൽ 4/7. പക്ഷേ 2 ആൾക്കാർ കിട്ടണമെങ്കിൽ ഒരിക്കലും നോർമൽ പ്രോബിലിറ്റിയോടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോമ്പിനേഷൻ ഉപയോഗിക്കണം. ആ കാര്യം ആദ്യം മനസ്സിലാക്കണം, എപ്പോഴാണ് കോമ്പിനേഷൻ്റെ ഉപയോഗം വരുന്നത്. ഇനി ആൻസറിലേക്ക് നോക്കാം. ഫസ്റ്റത്തത് പ്രോബിലിറ്റി സെലക്ടിങ് 2 എക്കണോമിസ്റ്റ് ആണ്. 2 എക്കണോമിസ്റ്റിന് കിട്ടാനുള്ള സാധ്യതയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, കോമ്പിനേഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ C ആണ്.
അല്ലേ? അപ്പോൾ 3 എക്കണോമിസ്റ്റാണ് ഉള്ളത്. അതിൽ 2 എക്കണോമിസ്റ്റ് കിട്ടാനുള്ള സാധ്യത പാടില് 3C2 ഡിവൈഡ് ബൈ 7C2. C2 എന്ന് പറയാൻ കാരണം എന്താ? 2 ആൾക്കാരെയാണ് എടുക്കുന്നത്. അപ്പോൾ 3C2 ഡിവൈഡ് ബൈ 7C2 ആണ് ഇവിടെ ആൻസർ. ഈ C2 സോൾവ് ചെയ്യാനും 3C2 ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ 3 × 2 ഡിവൈഡ് ബൈ 2 × 1 ആണ് അതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെന്തുണ്ട്, അതിന് ബട്ടൺ ഉണ്ട്, സിയുടെ ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു പേപ്പറൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ എക്സാമിന് വേണ്ടി പോകുമ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിർബന്ധമായിട്ടും കാണുക. കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ദെൻ 7C2 21 കിട്ടും. 7C2 ചെയ്യുക. 7 × 6 ഡിവൈഡ് ബൈ 2 × 1 ആണ്. നമ്മൾ മാനുവലായി ചെയ്യുകയാണെങ്കിൽ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യാച്ചാൽ ഇങ്ങനെ ചെയ്യണം. 7 × 6 ഡിവൈഡ് ബൈ 2 × 1. ഓക്കെ അല്ലോ? നമുക്ക് ആൻസർ 3/21 = 1/7 എന്ന് കിട്ടും. ഇനി അടുത്തത് 2 സ്റ്റാറ്റിസ്റ്റിക്ഷൻ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് എത്രയാണ് മൊത്തം ഉള്ളത്? 4 ആൾക്കാരാണ്. 4C2 ഡിവൈഡ് ബൈ 7C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/21 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/7 എന്ന് കിട്ടും. നെക്സ്റ്റ് സെലക്ടിങ് 1 എക്കണോമിക്സ്റ്റ് ആൻഡ് 1 സ്റ്റാറ്റിസ്റ്റിഷ്യൻ. ആൻഡ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു ഇൻറ്റു ആണ് ഉപയോഗിക്കുക. ആൻഡ് വരുമ്പോൾ ഇൻറ്റും ഓർ വരുമ്പോൾ പ്ലസ്സും. ആ കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ എക്കണോമിസ്റ്റ് എന്താണ് ഒരേ കിട്ടാൻ കാരണം 3C1 × 4C1 ഡിവൈഡ് ബൈ 7C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 4 ഡിവൈഡ് ബൈ 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/7 എന്നുള്ള ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ്. അപ്പോൾ കോമ്പിനേഷൻ എന്ത് വരും? സി വരും. കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ ചെയ്യാൻ പഠിക്കുക. ഓക്കെ ആണല്ലോ? മറ്റൊരു പ്രോബ്ലം നോക്കാം. എ ബാഗ് കണ്ടെയ്ൻ 7 വൈറ്റ് ആൻഡ് 9 ബ്ലാക്ക് ബാൾസ്. 3 ബാൾസ് ആർ ഡ്രോൺ ടുഗദർ. ഒരു ബാഗിൽ 7 വൈറ്റ് ബാളും 9 ബ്ലാക്ക് ബാളും ഉണ്ട്. അത് നമുക്ക് എന്തെടുക്കണം? 3 ബാൾസ് എടുക്കണം. ഒരു ബാളാണ് എടുക്കണമെങ്കിൽ നമുക്ക് സാധാരണ പ്രോബബിലിറ്റി ഉപയോഗിക്കാമായിരുന്നു. ഇവിടെ 3 ബാൾ എടുക്കണം. ഈ 3 ബാൾ എടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നോർമൽ പ്രോബബിലിറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തന്നെ ഉപയോഗിക്കണം? കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കണം. ഇവിടെ എത്ര കോമ്പിനേഷൻ വരിക? C3 ആണ് വരിക. ഓക്കെ ആണല്ലോ? ആ കാര്യം മാത്രം ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ എവിടെയാണ് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യേണ്ട, ആ കാര്യമാണ് ഇവിടെ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഒന്നിൽ കൂടുതൽ നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യങ്ങൾ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി? ഫസ്റ്റ് ചോദ്യം ആൾ ആർ ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ചോദ്യം ആൾ ആർ വൈറ്റ്, എല്ലാം വൈറ്റ് കിട്ടാനുള്ള സാധ്യത. മൂന്നാമത്തെ ചോദ്യം 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്, മൂന്നെണ്ണത്തിൽ 1 വൈറ്റ് ബാളും 2 ബ്ലാക്ക് ബാളും കിട്ടാനുള്ള സാധ്യത. നാലാമത്തെ ചോദ്യം 1 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്, 1 വൈറ്റും 1 ബ്ലാക്കും കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 വൈറ്റ് ഉണ്ട്, 9 ബ്ലാക്ക് ഉണ്ട് അല്ലേ? ടോട്ടൽ എത്രയാണ്? 16 ആണ്. ദെൻ നമ്മുടെ നോർമൽ പ്രോബബിലിറ്റി തന്നെയാണ്. ഇവിടെ എന്തുകൂടി വരും? C3, ആ കോമ്പിനേഷനും കൂടി വരും എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൾ ആർ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്താണ്? 9 ആണ്. ടോട്ടൽ എത്രയാണ്? 16 ആണ്. 9 ഡിവൈഡ് ബൈ 16 തന്നെയാണ്. പക്ഷേ എന്തുണ്ട് ഇവിടെ? 3 എണ്ണം എടുക്കണം. അതുകൊണ്ട് കോമ്പിനേഷൻ വരും. അത്ര മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ 9C3 ഡിവൈഡ് ബൈ 16C3 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 84 ഡിവൈഡ് ബൈ 560 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/20. ദെൻ സെക്കൻഡ് ആൾ ആർ വൈറ്റ്, എല്ലാം വൈറ്റ് കിട്ടാൻ സാധ്യത അല്ലേ? വൈറ്റ് എത്രയാണ്? 7 ആണ്. 7C3 ഡിവൈഡ് ബൈ 16C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിവൈഡ് ബൈ 560 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/16. ദെൻ 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, ഓർ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ അല്ലേ വൈറ്റ് എത്രയാണ്? 7 ആണ്. 7C1 ഇൻറ്റു 7C3. ടോട്ടൽ സി എന്തേ വരാൻ പറ്റുള്ളൂ? 3 വരാൻ പറ്റുള്ളൂ കേട്ടോ.
അതുകൊണ്ടാണ് ഇവിടെ C1ഉം C2ഉം വന്നത്. മൊത്തം C എത്രയാണ് കോമ്പിനേഷൻ, നമ്മൾ 3 ബാളുകൾ എടുക്കാതെ 3 വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ടോട്ടൽ 3 വരാൻ പറ്റുള്ളൂ. അപ്പോൾ 7 C1 ഇൻറ്റു 9 C2 ഡിവൈഡ് ബൈ 16 C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 252 ഡിവൈഡ് ബൈ 560 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്. 2 വൈറ്റും 1 ബ്ലാക്കും അല്ലേ. 2 വൈറ്റ് കിട്ടാൻ സാധ്യത 7 C2 ആണ് ഇൻറ്റു 9 C1 ഡിവൈഡ് ബൈ 16 C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 189 ഡിവൈഡ് ബൈ 560 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 80. അപ്പോൾ വളരെ എളുപ്പം തന്നെയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ദെൻ കോമ്പിനേഷൻ സോൾവ് ചെയ്യാനും. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഇനി സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ കോമ്പിനേഷൻ സോൾവ് ചെയ്യാനും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് കണ്ടീഷണൽ റൂൾസ് ഓഫ് പ്രോബിലിറ്റി. നമ്മളത് ഒരുമിച്ചാണ് പറയുന്നത്. ബുക്കുകളിലൊക്കെ പല ഏരിയ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പ്ലസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A/Bയും B/Aയും ആണ്. ആ കാര്യം ഫസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റത്തെ അഡിഷൻ ആണ്. അഡിഷൻ്റെ സിമ്പിൾ A യൂണിയൻ B ആണ്. അഡീഷൻ തിയറം എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് B. എയും കൂട്ടുക ബിയും കൂട്ടുക, ഇതാണ് A യൂണിയൻ B ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് B. ദെൻ ഇനി നമുക്ക് A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, എയും ബിയും പാട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തും കൂടി വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കേണ്ടി വരും. A യൂണിയൻ B ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. സപ്പോസ് അല്ലേ, A എന്ന് പറയുന്ന വ്യക്തി ഒരു ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. B എന്ന് പറയുന്ന വ്യക്തി ഒരു ജോലി 3 ദിവസം കൊണ്ട് തീർക്കും. ഇവർ 2 പേരും ഒരുമിച്ച് ചെയ്യുമെന്ന് പറയുന്നതാണ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ നമ്മൾ ഇത് 3 ഉണ്ടെങ്കിൽ, എയും ഉണ്ട് ബിയും ഉണ്ട്, A ആൻഡ് ബിയും കൂടി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, A പ്ലസ് B മൈനസ് A ഇൻ്റർസെക്ഷൻ B അതിൽ നിന്ന് കുറക്കും. ആ കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ A യൂണിയൻ Bക്ക് 2 ഇക്വേഷനാണ്. ഒന്ന് A പ്ലസ് B, 2 A പ്ലസ് B മൈനസ് A ഇൻ്റർസെക്ഷൻ B. ദെൻ അതാണ് അഡീഷണൽ തിയറം. അത്രയും ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, അഡീഷണൽ തിയറം വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇൻ്റർസെക്ഷൻ ആണ്, ഇൻറ്റു ആണ്. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ഗുണിക്കാണ്. A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റു B. A ഇൻറ്റു B ചെയ്താൽ എന്ത് കിട്ടും, A ഇൻ്റർസെക്ഷൻ B കിട്ടും. അപ്പോൾ ഇത്രയാണ് അഡീഷണൽ തിയറവും മൾട്ടിപ്ലിക്കേഷൻ തിയറവും വരുന്നത്. നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ പ്രോപ്പർട്ടി. കണ്ടീഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A/B, അതായത് A ഗിവൺ B എന്നാണ് വായിക്കുക. പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B. അതിൻ്റെ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ B ആണ്. A ഗിവൺ ബിൻ്റെ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ B ആണ്. ഇനി B ഗിവൺ A ആണെങ്കിലോ നേരെ തിരിച്ചാണ്. പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A ആണ്. അവിടെ ശ്രദ്ധിക്കുക അല്ലേ, ഡിവിഷനിൽ ഏതാണോ വരുന്നത് അതായിരിക്കും ഇവിടെയും വരിക. ഇവിടെ A വന്നു, ഇവിടെയും A വന്നു. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് A കോംപ്ലിമെൻ്ററി. A കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് A എന്നാണ് അർത്ഥം. ആൻസർ എന്താണ്, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് A. നെക്സ്റ്റ് ആണ് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്ററി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B മൈനസ് പ്രോബിലിറ്റി ഓഫ് B. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് A കോംപ്ലിമെൻ്ററി ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്ററി 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് കൃത്യമായിട്ടാണ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ തിയറവും മൾട്ടിപ്ലിക്കേഷൻ തിയറവും അതുപോലെ തന്നെ അഡീഷണൽ തിയറവും അതുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് A യൂണിയൻ B. A യൂണിയൻ ബിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് A പ്ലസ് B ആണ്. പ്രോബിലിറ്റി ഓഫ് A 0.3 ആണ്. പ്രോബിലിറ്റി ഓഫ് B 0.5 ആണ്. പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B ഈക്വൽ ടു A പ്ലസ് B ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 പ്ലസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 0.8 എന്ന് കിട്ടും.
നെക്സ്റ്റ് ആണ് ഫൈൻഡ് എ യൂണിയൻ ബി, രണ്ടാമത്തെ ചോദ്യം. പ്രോബിലിറ്റി ഓഫ് എ 0.6 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 0.5 ആണ്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ എന്തും കൂടി ഉണ്ട്, എ ഇൻ്റർസെക്ഷൻ ബിയും കൂടി ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അല്ലേ എ പ്ലസ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 പ്ലസ് 0.5 മൈനസ് 0.2 ഈസ് ഈക്വൽ ടു 9 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ 0.4 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 0.7 ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്നാണ്. എ ഇൻറ്റു ബി ആണ് 0.4 ഇൻറ്റു 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.28 ആൻസർ കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് എ ബൈ ബി. എ ബൈ ബി ആണ്, ബി ഗിവൺ എ ആണ്. ഇവിടെ ഏതാ നൽകിയിട്ടുള്ളത്, ബി നൽകിയിട്ടുണ്ടായിരിക്കും, എ കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എത്രയാണ്, 0.18 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.6 ആണ്. ഇക്വേഷൻ എ ബൈ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.18 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.3 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ബി ബൈ എ. അതിൽ ചോദ്യം നൽകിയിട്ടുള്ളത് എ ഇൻ്റർസെക്ഷൻ ബി നൽകിയത് 0.24 ആണ്. പ്രോബിലിറ്റി ഓഫ് എ നൽകിയത് 0.8 ആണ്. ഇക്വേഷൻ എന്താ, ബി ബൈ എൻ്റെ ഇക്വേഷൻ എന്താണ്, ഇവിടെ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, എ നൽകിയിട്ടുണ്ട് അല്ലേ. എ നൽകിയിട്ടുണ്ട് 0.24 ഡിവൈഡഡ് ബൈ 0.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നുള്ള ആൻസർ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് എ കോംപ്ലിമെൻ്ററി ആണ്. എ കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആണ്. എ എത്രയാണ്, 0.65 ആണ്. 1 മൈനസ് 0.65 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 0.35 എന്നുള്ള ആൻസർ ലഭിക്കും. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി ആണ്. ഇവിടെ ചോദ്യം നൽകിയിട്ടുള്ളത് എ യൂണിയൻ ബി 0.9 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി 0.4 ആണ്. അത് നമുക്ക് എന്ത് കാണാം, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി കാണാം. അതിൻ്റെ ഇക്വേഷന് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 മൈനസ് 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ വരുന്നത് 8th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ കോംപ്ലിമെൻ്ററി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി. ചോദ്യം നൽകിയുള്ളത് എ യൂണിയൻ ബി 0.75 ആണ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, എ കോംപ്ലിമെൻ്ററി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററിൻ്റെ ഇക്വേഷന് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.75 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.25 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പ്രോബ്ലം അതിൻ്റെ ആൻസറും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രോബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രോബിലിറ്റിയിൽ നിന്ന് കൂടുതൽ പ്രോബ്ലംസും വന്നിട്ടില്ല. എങ്കിലും ഇത്രയും ഏരിയാസ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.